ഈ വർഷം 100 കോടി രൂപയാണ് ഇതിന് മാറ്റിവെക്കുന്നത്. വിളപരിപാലന മേഖലയ്ക്കായി 535.9 കോടി രൂപ മാറ്റിവെക്കുന്നു. സംസ്ഥാനത്തെ നെല്ലുൽപാദന പദ്ധതികൾക്കായിട്ട് 93.6 കോടി രൂപ വകയിരുത്തുന്നു. സുരക്ഷിതവും വിഷരഹിതവുമായ പച്ചക്കറി വികസന പദ്ധതിക്കായി 78.45 കോടി രൂപ വകയിരുത്തുന്നു. നാളികേരത്തിന് 32 രൂപയിൽ നിന്ന് 34 രൂപയായിട്ട് താങ്ങുവില നേരത്തെ ഉയർത്തിയിരുന്നു. നാളികേര വികസന പദ്ധതിക്കായിട്ട് 65 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്ത് സുഗന്ധ വ്യഞ്ജന കൃഷികൾക്കായിട്ട് 4.6 കോടി രൂപ വിലയിരുത്തുന്നു. ഫലവർഗ കൃഷിയുടെ വിസ്തൃതി വിലയിരുത്തുന്നതിന് 18.92 കോടി രൂപ വകയിരുത്തുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ക്രോപ്പ് ബ്രീഡിംഗ്. സംസ്ഥാനത്ത് വിളകളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കേണ്ടത് അടിയന്തര ആവശ്യമാണ്. കാലാവസ്ഥാ മാറ്റങ്ങളോടും കീടബാധയോടുമെല്ലാം പ്രതികരിക്കാൻ കഴിയുന്ന ഉൽപാദനശേഷിയുള്ളതായി വിളകളെ മാറ്റേണ്ടത് അനിവാര്യമാണ്. ഈ മേഖലയിലെ പുതിയ വിജ്ഞാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഗവേഷണങ്ങൾ നടത്തുന്നതിനായി കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന് കീഴിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ക്രോപ്പ് ബ്രീഡിംഗ് സ്ഥാപിക്കും. ഇതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങളായിട്ട് 2 കോടി രൂപ മാറ്റിവെക്കുന്നു. വിള ആരോഗ്യ പരിപാലന പരിപാടിക്ക് 13 കോടി രൂപ വിലയിരുത്തുന്നു. ഫാം യന്ത്രവൽക്കരണത്തിന് 16.95 കോടി രൂപ വകയിരുത്തുന്നു. കുട്ടനാട്ടിലെ പരമ്പരാഗത പെട്ടിയും പറയും സമ്പ്രദായത്തിന് പകരം വെർട്ടിക്കൽ ആക്സിയൽ ഫ്ലോ പമ്പും മോട്ടോറും തറയും സ്ഥാപിക്കുന്നതിന് 36 കോടി രൂപ വകയിരുത്തുന്നു. കൃഷി ഉന്നതി യോജനയ്ക്ക് 77 കോടി രൂപയും വിളവെടുപ്പിന് ശേഷമുള്ള മൂല്യവർദ്ധന പരിപാടിക്കായിട്ട് 8 കോടി രൂപയും വകയിരുത്തുന്നു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യക്ഷമമായ വിപണനം ഉറപ്പുവരുത്തുന്ന പദ്ധതിക്ക് 43.9 കോടി രൂപ വകയിരുത്തുന്നു. ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി 42 കോടി രൂപ ഉൾപ്പെടെ കാർഷിക സർവകലാശാലയ്ക്ക് 75 കോടി രൂപ വകയിരുത്തുന്നു. മണ്ണ് ജലസംരക്ഷണ മേഖലയുടെ പ്രവർത്തനങ്ങൾക്കായി 83.99 കോടി രൂപ വകയിരുത്തുന്നു. മൃഗസംരക്ഷണ മേഖലയിൽ ഈ സാമ്പത്തിക വർഷത്തിൽ 277.14 കോടി രൂപ വകയിരുത്തുന്നു. മൃഗസംരക്ഷണ മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് 82.5 കോടി രൂപയും കേരള വെറ്റിനറി ആനിമൽ സയൻസ് സർവകലാശാലയ്ക്ക് 57 കോടി രൂപയും വകയിരുത്തുന്നു. മൃഗചികിത്സാ സേവനങ്ങൾ ശക്തിപ്പെടുത്താൻ 32.18 കോടി രൂപയും പ്രത്യേക കന്നുകാലി പരിപാലന പരിപാടിക്കായി 42.5 കോടി രൂപയും വകയിരുത്തുന്നു. കേരള ഫീഡ്സിനുള്ള സഹായമായി 16.2 കോടി രൂപ വകയിരുത്തുന്നു. മൃഗസംരക്ഷണം സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന പദ്ധതിക്ക് 17 കോടി രൂപ വകയിരുത്തുന്നു. മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്സിന് 17.14 കോടി രൂപ കഴിഞ്ഞ വർഷത്തേക്കാളും 3.64 കോടി രൂപ അധികരിച്ച് വകയിരുത്തുന്നു. ക്ഷീരവികസനം ഈ സാമ്പത്തിക വർഷത്തിൽ 109.25 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ റൂറൽ ഡയറി എക്സ്റ്റൻഷൻ ആൻഡ് ഫാം അഡ്വൈസറി സർവീസ് എന്ന പദ്ധതിക്ക് 11.4 കോടിയും ക്ഷീര സഹകരണ സംഘങ്ങൾക്ക് 22.55 കോടിയും വകയിരുത്തുന്നു. മത്സ്യബന്ധനം തീരദേശവാസികളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും പഠിക്കാനും പരിഹാര നടപടികൾ സ്വീകരിക്കാനുമായി സംസ്ഥാനത്തെ തീരദേശ മണ്ഡലങ്ങളിൽ സംഘടിപ്പിച്ച തീരസദസ്സിലൂടെ ലഭിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പരിശോധിച്ച് സർക്കാർ ഉചിതമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സംസ്ഥാനത്തെ മത്സ്യബന്ധന മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് സർക്കാർ പ്രത്യേക പരിഗണന നൽകി വരുന്നുണ്ട്. മത്സ്യബന്ധന മേഖലയ്ക്ക് ആകെ 227.12 കോടി രൂപ വകയിരുത്തുന്നു. പെട്രോളിംഗിനായിട്ടുള്ള ബോട്ടുകൾ എടുക്കുന്നതുൾപ്പെടെ മത്സ്യവിഭവങ്ങളുടെ സംരക്ഷണവും പരിപാലനവും ഉറപ്പാക്കുക എന്ന പദ്ധതിക്കായിട്ട് 9 കോടി രൂപ നീക്കിവെക്കുന്നു. പഞ്ഞമാസങ്ങളിൽ മത്സ്യത്തൊഴിലാളിക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് സേവിംഗ് കം റിലീഫ് സ്കീം. ഈ സ്കീമിൽ കേന്ദ്ര സർക്കാർ ആനുപാതിക വിഹിതം നൽകാത്ത സാഹചര്യത്തിൽ സംസ്ഥാനം അതുകൂടി നൽകേണ്ട അവസ്ഥയാണ് ഈ സ്കീമിന്റെ സംസ്ഥാന വിഹിതമായി 22 കോടി രൂപ മാറ്റിവെക്കുന്നു. ഉൾനാടൻ മത്സ്യബന്ധന മേഖലയ്ക്ക് 7 പദ്ധതികളായി 80.91 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 67.5 കോടി രൂപ അക്വാകൾച്ചർ വികസനം എന്ന പദ്ധതിക്കാണ്. മത്സ്യഫാമുകൾ, നഴ്സറികൾ, ഹാച്ചറികൾ എന്ന പദ്ധതിക്ക് 18 കോടി രൂപ മാറ്റിവെക്കുന്നു. അരൂർ ചന്ദ്രൂര് അവിടുത്തെ മത്സ്യ വ്യവസായ മേഖലയുടെ സുഗമമായ പ്രവർത്തനത്തിന് പൊതു മലിനജല സംസ്കരണശാല സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. കോമൺ എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ വികസനത്തിനായി 2024-25 136.98 കോടി രൂപ വകയിരുത്തുന്നു. മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന സൌകര്യങ്ങളും അവരുടെ മാനവശേഷി വികസനവും ഉറപ്പാക്കുന്ന പദ്ധതിക്കായി 60 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ വിദ്യാഭ്യാസ പരിശീലന പരിപാടിക്കുള്ള 15 കോടി രൂപയും സോഷ്യൽ മൊബിലൈസേഷൻ പരിപാടിക്കുള്ള 5 കോടി രൂപയും ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളികളുടെ സ്ത്രീകളുടെ ഇതര ഉപജീവനമാർഗങ്ങൾക്കായി 17 കോടി. മത്സ്യഫെഡിന്റെ പ്രവർത്തനങ്ങൾക്ക് 3 കോടി രൂപ വകയിരുത്തുന്നു. മത്സ്യഫെഡിന്റെ നീണ്ടകരയിലെ പുതുതായി നിർമ്മിക്കുന്ന വല ഫാക്ടറിക്കായിട്ട് 5 കോടി രൂപ അധികമായിട്ട് വകയിരുത്തുന്നു. മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിന്റെ ഭൂമിയും വീടും നൽകുന്ന പദ്ധതിക്കായി 10 കോടി രൂപയും തീരദേശ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് 10 കോടി രൂപയും നീക്കിവെക്കുന്നു.
നിരന്തരമായ തീരശോഷണ ഭീഷണി നേരിടുന്ന മേഖലയിൽ നിന്നും തീരത്തുനിന്നും 50 മീറ്ററിനുള്ളിൽ താമസിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കി വരുന്ന പുനർഗേഹം പദ്ധതിയുടെ 2024-25 വർഷത്തെ പ്രവർത്തനങ്ങൾക്കായി 40 കോടി രൂപ വകയിരുത്തുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ ബജറ്റ് വിഹിതത്തിന്റെ ഇരട്ടിയാണ്. 2021-22 സാമ്പത്തിക വർഷത്തിന് ശേഷം ഇതുവരെ പുനർഗേഹം പദ്ധതിക്ക് 226.80 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. സർ, മത്സ്യതുറമുഖങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് 9.5 കോടി രൂപ വകയിരുത്തുന്നു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ അംഗങ്ങളായ മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും അപകടമരണം, കാണാതാകൽ, സ്ഥിരവൈകല്യം എന്നിവയ്ക്ക് 10 ലക്ഷം രൂപയുടെയും ഭാഗിക വൈകല്യത്തിന് 5 ലക്ഷം രൂപയുടെയും അപകട ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിക്കായി 11.18 കോടി രൂപ വകയിരുത്തുന്നു. 2.5 ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികളും 80,000-ഓളം അനുബന്ധ തൊഴിലാളികളും ഇൻഷുറൻസ് പദ്ധതിയുടെ പരിധിയിൽ വരുമെന്ന് കണക്കാക്കപ്പെടുന്നു. സർ, മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖത്തിന്റെ നവീകരണം ഉൾപ്പെടെ വിവിധ പ്രവൃത്തികൾക്ക് സംസ്ഥാന വിഹിതമായി 10 കോടി രൂപ വകയിരുത്തുന്നു. ഇതുൾപ്പെടെ മത്സ്യബന്ധന തുറമുഖങ്ങൾക്ക് 13.31 കോടി രൂപയാണ്. സർ, പൊഴിയൂരിൽ വിഴിഞ്ഞത്തിന്റെ വികസനത്തോടുകൂടി പൊഴിയൂരിൽ ഒരു പുതിയ മത്സ്യബന്ധന തുറമുഖം സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് പ്രാഥമികമായിട്ട് 5 കോടി രൂപ അനുവദിക്കും. വനവും വന്യജീവി സംരക്ഷണവും. സർ, മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ ലഘൂകരിക്കുക, വനമേഖലയെ ആശ്രയിച്ചു കഴിയുന്ന വിഭാഗങ്ങളുടെ ജീവനും ജീവനോപാധിക്കും സംരക്ഷണം നൽകുക, കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള ഒരു കവചമായി വനമേഖലയെ ഉപയോഗപ്പെടുത്തുക എന്നീ വിഷയങ്ങൾക്കാണ് 2024-25 ഊന്നൽ നൽകുന്നത്. സംസ്ഥാനത്തുടനീളം സംഘടിപ്പിച്ച വനസൌഹൃദ സദസ്സിലൂടെ ലഭിച്ച 4,797 പരാതികളിൽ 4,311 പരിഹരിക്കുകയും മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെ ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകുകയും ചെയ്തു. സുപ്രീം കോടതിയുടെ നിന്നും അനുകൂല വിധി സമ്പാദിച്ച് എക്കോ സെൻസിറ്റീവ് സോണുകളായി പ്രഖ്യാപിച്ച പ്രദേശങ്ങളിൽ നിന്നും വാസയോഗ്യമായ സ്ഥലങ്ങളെ ഒഴിവാക്കുകയുണ്ടായി. സർ, നവകേരളം പദ്ധതിയുടെ കീഴിൽ 93.6 കോടി രൂപ നൽകി പട്ടികവർഗ്ഗക്കാരല്ലാത്ത 780 കുടുംബങ്ങളെ വനമേഖലയിൽ നിന്നും മാറ്റി പാർപ്പിച്ചു. ഇതോടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട ദീർഘകാലമായി നിലനിന്നിരുന്ന ഒരു പ്രശ്നം വിജയകരമായി പരിഹരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ചന്ദനകൃഷിക്ക് പ്രോത്സാഹനം നൽകുന്ന പദ്ധതി. സർ, സംസ്ഥാനത്ത് ചന്ദനകൃഷി പ്രോത്സാഹിപ്പിക്കുകയും ചന്ദനം സംരക്ഷിക്കാൻ സർക്കാർ സഹായിക്കുകയും ചെയ്യും. ഇതിനായി ചന്ദനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലും ചട്ടങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തും. സ്വകാര്യ ഭൂമിയിൽ നിന്ന് മുറിക്കുന്ന ചന്ദനം ശേഖരിക്കുന്നതിനായി സംസ്ഥാനത്തുടനീളം കൂടുതൽ വനം ഡിപ്പോകളെ ചന്ദനത്തിന്റെ കളക്ഷൻ സെന്ററുകളാക്കുക, ചന്ദനത്തടികൾക്ക് സർക്കാർ നിർണ്ണയിച്ച മൂല്യത്തിന്റെ 50% മുൻകൂറായി ഉടമസ്ഥർക്ക് നൽകുന്നതിന് റിവോൾവിംഗ് ഫണ്ട് സൃഷ്ടിക്കുക തുടങ്ങിയും വിഭാവനം ചെയ്യുന്നു. ഇക്കോ ടൂറിസം അതോറിറ്റി. സർ, ഇക്കോ ടൂറിസത്തിന്റെ സാധ്യതകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നതിനായി കേരള ഫോറസ്റ്റ് ഇക്കോ ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റി രൂപീകരിക്കും. വനവും വന്യജീവി മേഖലയിൽ 2024-25 സാമ്പത്തിക വർഷം 232.59 കോടി വകയിരുത്തുന്നു. സർ, ഇന്ത്യയിൽ ആദ്യമായി വനത്തെ പൂർണ്ണമായി ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന 500 ഗോത്രവർഗ യുവജനങ്ങളെ PSCയുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി ബീറ്റ് ഫോറസ്റ്റർമാരായി ഈ ഗവൺമെന്റ് കാലത്ത് നിയമിച്ചു. സർ, ജൈവ വൈവിധ്യ സമ്പത്തിന്റെ സംരക്ഷണത്തിനായി 5.97 കോടി രൂപ വകയിരുത്തുന്നു. സർ, പാരിസ്ഥിതിക പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അടിസ്ഥാന സൌകര്യ വികസന ഫണ്ടിനത്തിൽ 24-25 സാമ്പത്തിക വർഷം 50.30 കോടി രൂപ വകയിരുത്തുന്നു. മനുഷ്യ വന്യമൃഗ സംഘർഷണ ലഘൂകരണ മാർഗങ്ങൾ. സർ, ഇതിനായി കഴിഞ്ഞ വർഷവും പദ്ധതി വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 24-25 സാമ്പത്തിക വർഷത്തിൽ 48.85 കോടി രൂപ വകയിരുത്തുന്നു. സർ, തൃശൂർ ജില്ലയിലെ പുത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന സുവോളജിക്കൽ പാർക്കിനെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ഇതുവരെ കിഫ്ബിയിൽ നിന്നുൾപ്പെടെ 204.25 കോടി രൂപ ചെലവഴിച്ചു. 24-25 സാമ്പത്തിക വർഷം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. സുവോളജിക്കൽ പാർക്കിന് 6 കോടി രൂപ വകയിരുത്തുന്നു. സർ,